ആര്യഭട്ടൻ പൂജ്യം കണ്ടെത്തിയതിനു ശേഷമാണ് പ്രചാരത്തിൽ വന്നതെങ്കിൽ അതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിലനിന്ന രാമായണത്തിലും മഹാഭാരതത്തിലുമൊക്കെ സംഖ്യകൾ എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത്? ഗണിതശാസ്ത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് പൂജ്യം. ആര്യഭട്ടൻ 5-ാം നൂറ്റാണ്ടിൽ പൂജ്യത്തിന് ഒരു ചിഹ്നം നൽകുകയും അത് കണക്കുകൂട്ടലുകളിൽ ഉപയോഗിക്കുകയും ചെയ്തു. നമ്മുടെ ഇതിഹാസങ്ങളായ രാമായണത്തിലും മഹാഭാരതത്തിലുമെല്ലാം ഇതിലും എത്രയോ മുൻപ് തന്നെ 10, 100, 5 എന്നൊക്കെ കൃത്യമായി എണ്ണിപ്പറയുന്നുണ്ടല്ലോ. പൂജ്യമില്ലാത്ത ആ കാലത്ത് ഇത് എങ്ങനെ സാധ്യമായി? ഇവിടെയാണ് ഒരു പ്രധാന കാര്യം നാം മനസ്സിലാക്കേണ്ടത്. പൂജ്യം എന്ന ആശയം നിലനിൽക്കുന്നതും പൂജ്യത്തിന് ഒരു ചിഹ്നം നൽകുന്നതും രണ്ടാണ്. പൂജ്യം എന്ന ആശയം, അതായത് ഒന്നും ഇല്ല എന്ന അവസ്ഥ, വളരെക്കാലം മുൻപേ മനുഷ്യർക്ക് അറിയാമായിരുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ കയ്യിൽ ആപ്പിളുകൾ ഇല്ലെങ്കിൽ 0 ആപ്പിളുകൾ എന്ന് പറയാൻ പൂജ്യം എന്ന ചിഹ്നം ആവശ്യമില്ല, ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ മതി. ആര്യഭട്ടൻ ചെയ്തത് ഈ ഒന്നും ഇല്ലാത്ത അവസ്ഥയും സംഖ്യകളിൽ ഒരു സ്ഥാനത്തിന്റെ അഭാവത്തെയും സൂചിപ്പിക്കാൻ പൂജ്യം എന്ന ഒരു ചിഹ്നം നൽകി എന്നതാണ്. ഇത് ദശാംശ സമ്പ്രദായത്തെ വികസിപ്പിക്കാൻ സഹായിച്ചു. രാമായണവും മഹാഭാരതവുമെല്ലാം ആര്യഭട്ടന് മുൻപേ വാമൊഴിയായും ഭാഗികമായി രേഖപ്പെടുത്തിയ രൂപത്തിലും നിലനിന്നിരുന്നവയാണ്. ആളുകൾ എങ്ങനെയാണ് എണ്ണൽ നടത്തിയിരുന്നത്? ആളുകൾക്ക് ദശ, 10, ശത, 100, സഹസ്രം, 1000 തുടങ്ങിയ വാക്കുകൾ പരിചിതമായിരുന്നു. രാവണന് ദശാനനൻ 10 തലയുള്ളവൻ എന്നും കൗരവർ ശതം, 100 പേർ എന്നും പറയാൻ ഈ വാക്കുകൾ മതിയായിരുന്നു. ഇതിന് പൂജ്യം എന്ന ചിഹ്നത്തിന്റെ ആവശ്യമില്ല. കല്ലുകൾ, വിരലുകൾ, മരത്തിൽ വരഞ്ഞ വരകൾ എന്നിവ ഉപയോഗിച്ച് അവർ എണ്ണിയിരുന്നു. 10 തലകളെ കാണിക്കാൻ അവർക്ക് 10 വരകളിടാൻ കഴിയുമായിരുന്നു. പൂജ്യത്തിന് ചിഹ്നം ഇല്ലാതിരുന്നപ്പോഴും സംഖ്യകൾക്ക് സ്ഥാനവിലയുണ്ടെന്ന് പുരാതന ഭാരതീയർക്ക് അറിയാമായിരുന്നു. 10 എന്നത് ഒന്നിനു ശേഷം വരുന്ന ഒരു പ്രത്യേക സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. 100 എന്നത് ഒന്നിനു ശേഷം വരുന്ന 2 സ്ഥാനങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ സ്ഥാനങ്ങളിലെ അഭാവം അവർ വാക്കുകളിലൂടെയോ സന്ദർഭത്തിലൂടെയോ മനസ്സിലാക്കി. അപ്പോൾ ആര്യഭട്ടന്റെയും ബ്രഹ്മഗുപ്തന്റെയും സംഭാവനകളുടെ പ്രാധാന്യം എന്താണ്? അവർ ഒന്നുമില്ല എന്ന ആശയത്തിന് ഒരു ചിഹ്നം നൽകി. ഇത് വലിയ സംഖ്യകളെ എഴുതാനും സ്ഥാനവിലയെ കൂടുതൽ കൃത്യമാക്കാനും സഹായിച്ചു. ദശാംശ സമ്പ്രദായം ലോകമെമ്പാടും പ്രചരിക്കുന്നതിന് ഇത് വഴിയൊരുക്കി. ഈ കണ്ടുപിടുത്തമാണ് ആധുനിക ഗണിതശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. പൂജ്യം ഇല്ലാത്ത ലോകത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. ചുരുക്കത്തിൽ, രാമായണവും മഹാഭാരതവും പോലുള്ള ഇതിഹാസങ്ങളിൽ സംഖ്യകൾ ഉപയോഗിക്കുമ്പോൾ പൂജ്യം ഒരു ചിഹ്നമായി ഉണ്ടായിരുന്നില്ല. ഒന്നും ഇല്ല, 10, 100 തുടങ്ങിയ ആശയങ്ങൾ അവർക്ക് വ്യക്തമായിരുന്നു. ആര്യഭട്ടനാണ് ഈ ആശയത്തിന് ഒരു ചിഹ്നം നൽകി ഗണിതശാസ്ത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ചത്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.